ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7 മലയാളം. ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് G7 ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും G7 ഫോം ചെയ്ത വർഷം ഏത്, അതുപോലെ തന്നെ G7ന്റെ ഈ വർഷത്തെ സമ്മിറ്റ് എവിടെയാണ് നടന്നത്, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് എവിടെയാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ എക്സാമിൽ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ G7 മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാൻ, നമ്മുടെ അഡ 24/7 മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കാണാം. ഇത് കോമൺ ആയിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷമായിരിക്കും, കമ്മ്യൂണിറ്റി എടുത്താലായിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത്. പക്ഷെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഹോം എന്ന് കാണാം, കമ്മ്യൂണിറ്റി എന്ന് കാണാം, മൈ കോണ്ടന്റ് എന്ന് കാണാം, സ്റ്റോർ എന്ന് കാണാം. ഇത്രയും ഓപ്ഷൻസ് കാണാം. അപ്പോൾ നോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർസ് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കണം എന്നാണെന്ന് വിചാരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റി എന്നാണ് പറഞ്ഞത്, തൊട്ട് ഇപ്പുറത്താണ് ഹോം എന്നുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കറണ്ട് അഫെയർസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇതുപോലെ കറണ്ട് അഫെയർസ് ഇൻ ഷോർട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. G7 ആയിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ 2024 G7 സമ്മിറ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2024 നടന്നത് 50ാമത് G7 സമ്മിറ്റ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. 2024 നടന്നത് 50ാമത് G7 സമ്മിറ്റ് ആണ്. അതെവിടെയാണ് നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇറ്റലിയിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ഇറ്റലിയിലാണ് നടന്നത്. ഇറ്റലിയിലാണ് 50ാമത് G7 സമ്മിറ്റ് നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇറ്റലിയെ റെപ്രസെൻറ്റ് ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മെലോണി. നമുക്കവിടെ ഇപ്പം തന്നെ നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ. 2024 G7 സമ്മിറ്റ് എത്രാമത് G7 സമ്മിറ്റ് ആയിരുന്നു? എത്രാമതാണ്? 50ാമതാണ് അല്ലേ. 50ാമത് G7 സമ്മിറ്റ് ആണ്. ഇനി 50ാമത് G7 സമ്മിറ്റിന്റെ വേദി എവിടെയായിരുന്നു? അടുത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടി, ഇറ്റലിയിലാണ്. അതുപോലെ തന്നെ ഇറ്റലിയെ റെപ്രസെന്റ് ചെയ്തത് ജോർജിയ മെലോണി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി G7 ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ബേസിക് ഫാക്ട്സ് ആണ് നമ്മൾ അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഈ G7 കൺട്രീസ് അല്ലേ, G7 കൺട്രീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ ഗ്രൂപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് വർഷമാണ് ഫോം ചെയ്തത്? G7 ഈ ഒരു സംഘടന ഏത് വർഷമാണ് ഫോം ചെയ്തത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമുക്ക് ഉത്തരം അറിഞ്ഞിരിക്കണം. 1975. 1975 ഈ ഒരു സംഘടന രൂപം കൊണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 1975 G7 രൂപം കൊള്ളുന്നത്. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ സംഘടനയാണ് G7 എന്നുള്ളതും ഓർത്തിക്കുക. അപ്പോൾ 1975 ഫോം ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? റിച്ചസ്റ്റ് കൺട്രീസ് ആണ്, അതിലെ മെമ്പർ കൺട്രീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആരൊക്കെയാണ് G7 മെമ്പർ കൺട്രീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് വരുന്നത്? ഇറ്റലി വരുന്നുണ്ട്, കാനഡ വരുന്നുണ്ട്, ഫ്രാൻസ് വരുന്നുണ്ട്, ജർമ്മനി വരുന്നുണ്ട്, ജപ്പാൻ, UK, US അല്ലെ. ഇറ്റലി, കാനഡ, ഫ്രാൻസ്, പിന്നെ ഏതാണ്? ജർമ്മനി, ജപ്പാൻ, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ഓർത്തിരിക്കാൻ സിമ്പിളാണ്, 1-2 തവണ വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇറ്റലി, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോഡൊക്കെ യൂസ് ചെയ്ത് ഓർത്തിരിക്കാം. നമ്മുടെ കോഡ് ഇതാണ്. G7 മെമ്പർ കൺട്രീസ് ഓർത്തിരിക്കാനുള്ള നമ്മുടെ കോഡ് ഇതാണ്. എന്താണ് നമ്മുടെ കോഡ്? ജ്യൂസ് വിത്ത് GF എന്നുള്ളതാണ്. ജ്യൂസ് വിത്ത് ഗേൾ ഫ്രണ്ട്, ജ്യൂസ് വിത്ത് GF അല്ലെങ്കിൽ ജ്യൂസ് വിത്ത് ഗേൾ ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജെ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജപ്പാനെയാണ് അല്ലേ. ജ്യൂസിലെ ജെ നമുക്ക് നോക്കാം, ജപ്പാനാണ്. യു എന്താണ്? USA. ജപ്പാനായി, USA ആയി. ഐ എന്താണ്? ഇറ്റലി. സി എന്താണ്? കാനഡ. ഇ എന്താണ്? ഇംഗ്ലണ്ട് ആണ്.
അപ്പോൾ ജ്യൂസ് വിത്ത് ജി എഫിലെ ജ്യൂസായി ജപ്പാൻ, USA, ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട്. ഏതൊക്കെയാണ്? ജപ്പാൻ, USA, ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട് എന്ന് ഓർത്തിരിക്കുക ജ്യൂസ്. ഇനി ജ്യൂസ് വിത്ത് ഗേൾ ഫ്രണ്ട് എന്നാണല്ലോ നമ്മുടെ കോഡ് അല്ലെ? ജ്യൂസ് വിത്ത് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ജ്യൂസ് വിത്ത് GF എന്നുള്ളത് ഓർത്തിരിക്കുക. ജി എന്താണ്? ജർമ്മനിയാണ്. ജി എന്താണ്? ജർമ്മനിയാണ്. എഫ് എന്താണ്? ഫ്രാൻസ് ആണ്. ജി എന്താണ്? ജർമ്മനിയാണ്. എഫ് ഓർത്തിരിക്കുക, ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ജപ്പാൻ, USA, ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട് ജ്യൂസായി. GF എന്ന് പറയുമ്പോൾ ജർമ്മനി ഓർത്തിരിക്കുക, ഫ്രാൻസ് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്, ജ്യൂസ് വിത്ത് ഗേൾ ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മുടെ കോഡ്. അപ്പോൾ കൺട്രീസ്, മെമ്പർ കൺട്രീസ് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാമിൽ ഇതിൽ പെടാത്തത് ഏതെന്നുള്ള രീതിയിലൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കിട്ടണ്ടേ? അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ G7 മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണ്? ജപ്പാൻ, USA, ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട്. GF എന്ന് പറയുമ്പോൾ ജർമ്മനി, ഫ്രാൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 2024 G7 സമ്മിറ്റിനെ പറ്റി പറയുകയാണ്. 2024 ജൂൺ 13 മുതൽ 15 വരെ നടന്ന 50ാമത് G7 ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളും പങ്കെടുത്തു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2024 ജൂൺ 13 മുതൽ 15 വരെ നടന്ന 50ാമത് G7 ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളും പങ്കെടുത്തു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിൽ പങ്കെടുത്തവരും പ്രതിനിധികളും ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാനഡയെ റെപ്രസെന്റ് ചെയ്തത് ആരാണ്? ജസ്റ്റിൻ ട്രൂഡോ ആണ്. കാനഡയെ റെപ്രസെന്റ് ചെയ്തത് ജസ്റ്റിൻ ട്രൂഡോ ആണ്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ. കാനഡയെ റെപ്രസെന്റ് ചെയ്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ ആണ്. ഇനി ഫ്രാൻസിനെ റെപ്രസെന്റ് ചെയ്ത് ഇമ്മാനുവൽ മെക്രോൺ ആയിരുന്നു കേട്ടോ. ഫ്രാൻസിനെ റെപ്രസെന്റ് ചെയ്തത് ജർമ്മനിയെ റെപ്രസെന്റ് ചെയ്തത് ഒലാഫ് ഷോൾസ് ആയിരുന്നു. ജർമ്മനിയെ റെപ്രസെന്റ് ചെയ്തത് ആരാണ്? ഒലാഫ് ഷോൾസ്, ചാൻസലർ ആയിട്ടുള്ള ഒലാഫ് ഷോൾസ് ആയിരുന്നു ജർമ്മനിയെ റെപ്രസെന്റ് ചെയ്തത്. ഇറ്റലി നമുക്കറിയാം ഹോസ്റ്റ് കൺട്രിയാണ്. ഇറ്റലിയാണ് ആതിഥേയത്വം വഹിച്ചത് അല്ലേ? ഇപ്പൊ ഇറ്റലിയെ റെപ്രസെന്റ് ചെയ്ത ആരാണ്? ഹോസ്റ്റ് കൺട്രിയാണ് ഇറ്റലി. ജോർജിയ മെലോണിയാണ് പ്രൈം മിനിസ്റ്ററാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജപ്പാനെ റെപ്രസെന്റ് ചെയ്തത് ഫുമിയോ കിഷിദയാണ്. പ്രൈം മിനിസ്റ്റർ ഫുമിയോ കിഷിദയാണ് ജപ്പാനെ റെപ്രസെന്റ് ചെയ്തത്. UK റെപ്രസെന്റ് ചെയ്തത് ഋഷി സുനക് ആയിരുന്നു കേട്ടോ. പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അല്ലെ? നിലവിൽ ആരാണ് UK പ്രൈം മിനിസ്റ്റർ? ആരാണ്? കെയർ സ്റ്റാർമർ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നിലവിൽ UK പ്രൈം മിനിസ്റ്റർ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ്? കെയർ സ്റ്റാർമർ ആണ്. അപ്പോൾ UK റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഋഷി സുനക് ആണ്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്തത് ജോ ബൈഡൻ. പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ. US-നെ റെപ്രസെന്റ് ചെയ്തത് പ്രസിഡന്റ് ജോ ബൈഡൻ ആണ്. ഇനി യൂറോപ്യൻ യൂണിയനെ റെപ്രസെന്റ് ചെയ്തത് ഉർസൂല വോണ്ടർലൈനും അതുപോലെ ചാൾസ് മൈക്കിളും ആയിരുന്നു. ഉർസൂല വോണ്ടർലൈനും ചാൾസ് മൈക്കിളും ആയിരുന്നു യൂറോപ്യൻ യൂണിയനെ റെപ്രസെന്റ് ചെയ്തത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ആരൊക്കെയാണ്? G7 ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം അറിയോ? എന്താണ് ഉത്തരം? മെമ്പർ കൺട്രീസിനെയൊക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആൻസർ വരും അല്ലേ? G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം അറിഞ്ഞോളൂ. ഏതാണ്? ജപ്പാൻ ആണ് അല്ലേ? ജപ്പാനാണ്. G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുകയാണെങ്കിൽ ഉത്തരം അറിഞ്ഞിരുന്നോളൂ. ഏതാണ്? ജപ്പാനാണ്. G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജപ്പാനാണ്. അടുത്തത്, apart from the member states, the leaders of organizations participating in the G7 summit ആരൊക്കെയാണ്? പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കൗൺസിൽ ആൻഡ് പ്രസിഡന്റ് ഓഫ് ദ യൂറോപ്യൻ കമ്മീഷൻ. എന്താണ് പറഞ്ഞത്? അംഗരാഷ്ട്രങ്ങളെ കൂടാതെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സംഘടനാ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അംഗരാഷ്ട്രങ്ങളെ കൂടാതെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സംഘടനാ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞു വെച്ചോളൂ. ആരൊക്കെയാണ്? യൂറോപ്യൻ കൗൺസിലിന്റെ തലവനും യൂറോപ്യൻ കമ്മീഷന്റെ തലവനും. യൂറോപ്യൻ കൗൺസിലിന്റെ തലവനും യൂറോപ്യൻ കമ്മീഷന്റെ തലവനുമാണ് അംഗരാഷ്ട്രങ്ങളെ കൂടാതെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സംഘടനാ നേതാക്കൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
ഇനി റഷ്യയും G7 തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഒരിടയ്ക്ക് G7 മാറിയിട്ട് G8 ആയി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ G8 എന്തായിട്ട് മാറി? വീണ്ടും G7 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ അതിൽ അംഗമായതോടുകൂടെയാണ് G7 എന്തായിട്ട് മാറുന്നത്? G8 ആയിട്ട് മാറുന്നത്. അതുപോലെ റഷ്യയെ പുറത്താക്കിയതോടെയാണ് G8 വീണ്ടും എന്തായിട്ട് മാറുന്നത്? G7 ആയിട്ട് മാറുന്നത്. അപ്പോൾ റഷ്യയും G7 തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. The G7 became G8 when Russian President Boris Yeltsin attended the 1997 meeting. Here, Russia became a member of G7 1998. Russia expelled from G8 2014. Russia was kicked out of G8 after the invasion of Ukraine എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? 1997 നടന്ന ഉച്ചകോടിയിൽ പ്രസിഡന്റ് ബോറിസ് യെൽസിൻ G7 എന്ന സംഘടനയെ ബോറിസ് യെൽസിൻ പങ്കെടുത്തതോടെയാണ് G7 എന്തായിട്ട് മാറുന്നത്? G8 ആയിട്ട് മാറുന്നത് എന്നുള്ള അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ റഷ്യ G7 അംഗമായ വർഷം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഏത് വർഷമാണ് റഷ്യ G7 അംഗമാകുന്നത്? 1998. റഷ്യ G7 അംഗമായ വർഷം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ 1998 ആണ്. 1998 എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ റഷ്യയെ G8 എന്ന സംഘടനയിൽ നിന്നും പുറത്താക്കിയത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 2014 ഓർത്തിരിക്കുക. അപ്പൊ റഷ്യ G7 അംഗമായി എന്തായിട്ട് മാറി? അത് G8 ആയിട്ട് മാറി. അപ്പോൾ ആ വർഷം നമ്മൾ ഓർത്തിരിക്കണം. ഏത് വർഷമാണ്? 1998 അല്ലേ? അപ്പം അങ്ങനെ ചുമ്മാ ഓർത്തിരിക്കുക. G7 റഷ്യ വന്നോട് G8 ആയി 1998. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ചില വാക്കുകളൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, വർഷങ്ങളൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, നമുക്ക് ഓർമ്മയിൽ നിൽക്കും. 1998 റഷ്യ G7 അംഗമാവുന്നത്. ഇനി റഷ്യയെ G8 എന്ന സംഘടനയിൽ നിന്നും പുറത്താക്കിയത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിലോ അത് 2014 റഷ്യയെ G8 എന്ന സംഘടനയിൽ നിന്നും പുറത്താക്കിയത് എപ്പോഴാണ്? അത് 2014 എന്നുള്ളത് ഓർത്തിരിക്കുക. യുക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യ G8 നിന്നും പുറത്തായത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. യുക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യ G8 നിന്നും പുറത്തായത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? G7+5. ഇപ്പൊ നമ്മൾ റഷ്യയും G7 തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് G7+5? എന്തായിരിക്കാം G7+5 എന്ന് പറയുന്നത്? അതായത് G7 ഡെവലപ്പിംഗ് കൺട്രീസും ഒരു 5 ഡെവലപ്പിംഗ് കൺട്രീസ് അതിന് ചേർത്ത് പറയുന്നതാണ് G7+5. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 5 of the world's leading developing countries. അതേതൊക്കെയാണ്? ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ആൻഡ് മെക്സിക്കോ ആൻഡ് ദ G7 മെമ്പർ സ്റ്റേറ്റ്സ്. അപ്പോൾ അതിനെയാണ് G7+5 എന്ന് പറയുന്നത്. ലോകത്തിലെ മുൻനിരയിലുള്ള 5 വികസ്വര രാജ്യങ്ങളും അതേതൊക്കെയാണ്? ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ. ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ. ലോകത്തിലെ മുൻനിരയിലുള്ള 5 വികസ്വര രാജ്യങ്ങളും G7 അംഗരാജ്യങ്ങളെയും ചേർത്ത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? G7+5 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ലോകത്തിലെ മുൻനിരയിലുള്ള 5 വികസ്വര രാജ്യങ്ങളും G7 അംഗരാജ്യങ്ങളെയും ചേർത്ത് പറയുന്നതാണ് G7+5 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യയും G7 തമ്മിൽ 2024 G7 തമ്മിൽ മറ്റൊരു കണക്ഷൻ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശ പര്യടനം അതെങ്ങോട്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇറ്റലിയാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. G7 പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അപ്പോൾ അതും ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി's ഫസ്റ്റ് ഫോറിൻ വിസിറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ദ ഓത്ത് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫോർ ദി 3rd കോൺസിക്യൂട്ടീവ് ടേം ഈസ് അപ്പൂലിയ, ഇറ്റലി. എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രി പദത്തിലെ 3ാം ഊഴത്തിൽ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ പര്യടനം എങ്ങോട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങോട്ടാണ്? അത് ഇറ്റലിയിലേക്കാണ്. ഇറ്റലിയിലേക്ക് എന്നുള്ളതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ലീഡേഴ്സ് ഓഫ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ came to Italy as special invitees. Apart from Modi, the leaders of Brazil, Turkey, Algeria, Kenya and Tunisia have accepted the invitation of host Italy. എന്താണ് പറഞ്ഞത്? ഉച്ചകോടിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നേതാക്കൾ ഇറ്റലിയിലെത്തിയത്. ബ്രസീൽ, തുർക്കി, അൾജീരിയ, കെനിയ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളാണ്
മോദിക്ക് പുറമെ ആതിഥേയരായ ഇറ്റലിയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ബ്രസീൽ, തുർക്കി, അൾജീരിയ, കെനിയ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളാണ് മോദിക്ക് പുറമെ ആതിഥേയരായ ഇറ്റലിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അടുത്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരുമായിട്ടും മോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. G7 Italy summit focused on issues including Ukraine and Gaza, international cooperation on artificial intelligence. The group also discussed migration, climate change and the energy transition and economic security. Pope Francis made a historic appearance at the summit talking to the world leaders about AI. എന്തൊക്കെയാണ് പറഞ്ഞത്? G7 ഇറ്റലി ഉച്ചകോടി യുക്രൈനും ഗാസയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംബന്ധിച്ച അന്താരാഷ്ട്ര സഹകരണത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കുടിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനം, ഊർജ പരിവർത്തനം, സാമ്പത്തിക സുരക്ഷ എന്നിവയും സംഘം ചർച്ച ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉച്ചകോടിയിൽ ചരിത്രപരമായി പ്രത്യക്ഷപ്പെട്ടു. AI-യെക്കുറിച്ച് ലോക നേതാക്കളോട് സംസാരിച്ചു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇനി G7 ഉച്ചകോടി 2024 അജണ്ടയിൽ എന്തൊക്കെയാണ്? അത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും എന്തായാലും ഓർത്തിരിക്കണം. 2024 G7 ഉച്ചകോടി അജണ്ടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണുള്ളത്? റഷ്യ യുക്രൈൻ സംഘർഷമുണ്ട്, അതുപോലെ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം, മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ, കാലാവസ്ഥയും ഊർജ ബന്ധങ്ങളും, കുടിയേറ്റം, ഭക്ഷ്യസുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ധാർമ്മിക ഉപയോഗം. പോർത്തിരുന്നോളൂ, എന്തൊക്കെയാണ് വിഷയങ്ങൾ? എന്തൊക്കെയാണ്? റഷ്യ യുക്രൈൻ സംഘർഷം, മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ, കാലാവസ്ഥയും ഊർജ ബന്ധങ്ങളും, കുടിയേറ്റം, ഭക്ഷ്യസുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ധാർമ്മിക ഉപയോഗം എന്നിവയാണ് G7 ഉച്ചകോടി 2024 അജണ്ടയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം 2024 G7 സമ്മിറ്റ് 50ാമത് G7 സമ്മിറ്റാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ വേദി എവിടെയാണ്? അത് ഇറ്റലിയാണ്. 2024 50ാമത് G7 സമ്മിറ്റ് വേദിയായിരുന്നു ഇറ്റലി. ഇനി അടുത്തത് എവിടെയാണ് നടക്കാൻ പോകുന്നത്? 2025 G7 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുക. എവിടെയാണ്? കാനഡയിലാണ്. 2025 G7 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? കാനഡയിലാണ്. അതുപോലെ തന്നെ 2023 എവിടെയാണ് നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജപ്പാൻ എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. 2023 G7 ഉച്ചകോടി നടന്ന ജപ്പാനിലാണ്. 2024 നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ, നമുക്കറിയാം അത് ഇറ്റലിയാണ്. ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത്? 2025 എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കാനഡയിലാണ്. അതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2024 G7 പറ്റി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട്, ഡീറ്റെയിൽ ആയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആപ്പിലുള്ള പെയ്ഡ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ക്ലാസ്സസ് ഒക്കെ വരും ദിവസങ്ങളിലും കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അഡ 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് അവർ അഡ 247 ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം, ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക, സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക, കേരള ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അതുപോലെ നമുക്ക് ഹൈക്കോർട്ട് അറ്റൻഡൻറ്റിൻ്റെ ക്രാഷ് ബാച്ച് നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടത്? നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിൽ സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലാണ് ഈ ഒരു ഫോൾഡർ ഉള്ളത്. നിങ്ങൾക്ക് ഹൈക്കോർട്ട് അറ്റൻഡൻറ്റ് ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ എന്ത് ചെയ്യുക? ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് നിങ്ങൾക്ക് Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൽ 10th പ്രിലിംസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ജോയിൻ ചെയ്യണം, അങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് RRBയുടെയും ഏറ്റവും പുതിയ ബാച്ച് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അഡ 247 ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ടുള്ള ബാച്ചസ് ഇതൊക്കെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് RRBയുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒക്ടോബർ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യണം. ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യണം. എന്നതിന് ശേഷം ഇവിടെ ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട്. നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഫുൾ നെയിം കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, ഇമെയിൽ ID കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ കോഴ്സും പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ ധാരാളം കോഴ്സുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്